CPM പോളിറ്റ് ബ്യൂറോയ്ക്ക് കത്തായി നൽകിയ രഹസ്യ പരാതി കോടതിയിൽ രേഖയായി എത്തിയതിൽ ദുരൂഹത മാറുന്നില്ല. കോടതിയിൽ നൽകിയത് PBയുടെ കൈവശമുള്ള പരാതിയാണെന്ന് കേസ് ഫയൽ ചെയ്ത ലണ്ടനിലെ CPM അംഗമായ രാജേഷ് കൃഷ്ണ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. ഇതോടെ ഈ കേസിൽ CPMനെയും എതിർകക്ഷി സാക്ഷികളാക്കാൻ സാധ്യത കൂടി. മാനനഷ്ട കേസിൽ ഹർജിക്കൊപ്പം 5 രേഖകളാണ് രാജേഷ് കൃഷ്ണ നൽകിയിട്ടുള്ളത്. ആദ്യ രേഖ PBക്ക് മുഹമ്മദ് ഷർഷാദ് നൽകിയ കത്തിന്റെ ശരിപ്പകർപ്പാണെന്ന് വ്യക്തമാക്കി സാക്ഷ്യപ്പെടുത്തി ഒപ്പിട്ടിട്ടുണ്ട്. ഇങ്ങനെയൊരു പരാതി ലഭിച്ചിട്ടില്ല എന്നോ PBക്ക് നൽകിയ കത്തല്ല ഇതെന്നോ CPM പ്രതികരിച്ചാൽ കോടതിയിൽ വ്യാജരേഖ ഹാജരാക്കിയെന്ന നിഗമനത്തിലേക്ക് കാര്യങ്ങളെത്തും. ഇതോടെ അത് പുതിയ തലത്തിലേക്ക് കാര്യങ്ങളെത്തിക്കും. അതേസമയം രേഖ ശരിയാണെന്ന് സമ്മതിച്ചാൽ അത് മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. PBയുടെ കൈവശമുള്ള രേഖ രാജേഷ് കൃഷ്ണയ്ക്ക് ചോർത്തി നൽകിയത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ ശ്യാമാണെന്ന് ചൂണ്ടിക്കാണിച്ച് ജനറൽ സെക്രട്ടറി MA ബേബിക്ക് ഷർഷാദ് കത്ത് നൽകി. ഓഗസ്റ്റ് 12-ന് ബേബിയുടെ ഇമെയിൽ വിലാസത്തിൽ അയച്ച ആ കത്തും ചോർന്നു. ഇതിന് പിന്നിൽ കണ്ണൂരിലെ നേതാവാണെന്ന വാദം CPMൽ സജീവമാണ്. നിയമ നടപടികൾക്കിടെ കത്ത് പാർട്ടിക്ക് ലഭിച്ചതാണെന്ന് സമ്മതിച്ചാൽ അത് എങ്ങനെ ചോർന്നുവെന്നതിൽ വിശദീകരണം നൽകേണ്ടി വരും. പാർട്ടി നേതാക്കൾക്ക് ഹവാല പണമിടപാടിലടക്കം പങ്കാളിത്തമുണ്ടെന്ന് ആരോപിക്കുന്ന കത്താണ് ചോർന്നത്. മധുര പാർട്ടി കോൺഗ്രസ് പ്രതിനിധി സ്ഥാനത്തുനിന്ന് തന്നെ നീക്കിയത് വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിലാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് രാജേഷ് കൃഷ്ണ ഡൽഹി ഹൈക്കോടതിയിൽ സ്വകാര്യ അന്യായം നൽകിയത്. ഇതിന് തനിക്കെതിരെ PBക്ക് ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദ് നൽകിയ പരാതി കൂടി ഉൾപ്പെടുത്തുകയായിരുന്നു. PBക്ക് ലഭിച്ച കത്ത് തന്നെയാണ് താൻ ഹാജരാക്കുന്നതെന്നാണ് രാജേഷ് കൃഷ്ണ കോടതിയെ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ കത്ത് ഷർഷാദ് ഫേസ്ബുക്കിൽ ഇട്ടതാണെന്ന വാദമാണ് ചില കേന്ദ്രങ്ങൾ ഉയർത്തുന്നത്. ശ്യാമിന്റെ സാമ്പത്തിക ഇടപാടുകളുടെ ഒത്തുതീർപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ കത്ത് ചോർത്തി നൽകിയതെന്ന ഗുരുതരമായ ആരോപണവും ജനറൽ സെക്രട്ടറിക്ക് അയച്ച കത്തിൽ ഷർഷാദ് പറയുന്നു. പാർട്ടിക്ക് രഹസ്യമായി നൽകിയ പരാതി ചോർന്നത് ഞെട്ടിച്ചെന്നും അന്വേഷണം വേണമെന്നാണ് ജനറൽ സെക്രട്ടറിക്ക് അയച്ച കത്തിലെ ആവശ്യം. ഇത് സംബന്ധിച്ചും നേതാക്കൾ ആരും പ്രതികരിച്ചിട്ടില്ല. ഇതിനിടയിലാണ് ഷർഷാദ് സോഷ്യൽ മീഡിയയിൽ ഇട്ട കത്ത് കോടതിയിലെത്തിയെന്ന പച്ചക്കള്ളം ചർച്ചയാകുന്നത്. സൈബർ ഇടത്തെ ഈ പ്രചരണം ഷർഷാദ് തന്നെ നിഷേധിക്കുന്നുണ്ട്. കോടിയേരി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ പരാതി എഴുതി നൽകി. ഗോവിന്ദനോട് പരാതി പറയുകയാണുണ്ടായത്. PBക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മാത്രമാണ് പിന്നീട് പരാതി നൽകിയത്. പരാതിയുടെ പകർപ്പല്ല, കവറിംഗ് ലെറ്റർ മാത്രമാണ് സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത്. പരാതിയുടെ പൂർണ്ണരൂപം വേണ്ടപ്പെട്ടവർക്ക് എന്നെ ബന്ധപ്പെടാമെന്ന് പോസ്റ്റിൽ പറഞ്ഞിരുന്നു. ചില മാധ്യമപ്രവർത്തകർ ബന്ധപ്പെട്ടെങ്കിലും കൈമാറിയില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടും പോർട്ടലിലും പരാതി നൽകി. 72 മണിക്കൂറിനകം റിജക്റ്റായി. പാർട്ടിക്ക് പരാതി നൽകിയ ശേഷം 2022-ൽ കണ്ണൂരിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ രാജേഷിന്റെ ആളുകൾ എന്നെ ആക്രമിച്ചു. അതിൽ FIR ഇടരുതെന്ന് പോലീസിൽ വിളിച്ചു നിർദ്ദേശിച്ചത് P ശശിയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നൽകിയ പരാതി റിജക്റ്റ് ആകുമെന്നുറപ്പാണല്ലോ. അന്നത്തെ ആക്രമണത്തിൽ തലശ്ശേരി കോടതിയിൽ നൽകിയ സ്വകാര്യ അന്യായത്തിൽ കേസ് ഇപ്പോൾ നടക്കുന്നുണ്ട്. രാജേഷിന്റെ സുഹൃത്ത് വലയത്തിൽ ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രിമാരായിരുന്നവരാണ് കൂടുതൽ, ഷർഷാദ് പറയുന്നു.